നമസ്കാരം. മതമാണ് പ്രശ്നം എന്ന ഈ അടുത്തയിടെയായി പറഞ്ഞ ഒരു നേതാവുണ്ട്, മുസ്ലിം ലീഗിൻ്റെ നേതാവായ KM ഷാജി. ഇത് കേട്ടപ്പോൾ മലയാളികൾക്ക് കാര്യമായ കുഴപ്പമൊന്നും തോന്നിക്കാണില്ല. കാരണം അതിൻ്റെ യഥാർത്ഥമായ ഒരു ജീവിതം മലയാളി കണ്ടിട്ടില്ല. അത്തരമൊരു ജീവിതം അനുഭവിച്ച മനുഷ്യരാണ് കശ്മീരി പണ്ഡിറ്റുകൾ. ഇന്ന് കശ്മീരി പണ്ഡിറ്റുകൾ കാശ്മീർ വിട്ട് പലായനം ചെയ്യപ്പെട്ടതിൻ്റെ വാർഷികമാണ്. മനഃപൂർവ്വം ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ മറന്നുപോയ ദിനം. രോഹിംഗ്യൻ അഭയാർത്ഥികളുടെ അഭയാർത്ഥി പ്രവാഹങ്ങൾ അവർ മറന്നുപോകില്ല. ഹമാസ് പാലസ്തീനും ഒക്കെ നേരിട്ട പല പല സംഭവങ്ങൾ അവർ മറന്നുപോകില്ല. പക്ഷേ കശ്മീരി പണ്ഡിറ്റുകളെ മറന്നുപോകും. കാരണം വോട്ട് ബാങ്ക് മുഖ്യം ബിഗിലെ. 1990കളിൽ കശ്മീരി പണ്ഡിറ്റുകൾക്ക് അവരുടെ മണ്ണും നാടും വീടും ഒക്കെ നഷ്ടമായി. ഇന്ന് കശ്മീരി പണ്ഡിറ്റുകൾ അവരുടെ ജന്മനാടുകൾ വീണ്ടും അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കുവാനുള്ള ശ്രമം നടത്തുകയാണ്. സെറ്റിൽമെൻറ്റുകൾ നടന്നു. ഇന്ന് വീണ്ടും അവരുടെ പഴയ അവസ്ഥയിലേക്ക് അവർ തിരിച്ചു വരാനുള്ളൊരു ശ്രമം നടത്തുന്നു എന്നേ പറയാൻ പറ്റൂ. ആരൊക്കെ മറന്നുപോയാലും നമുക്ക് കശ്മീരി പണ്ഡിറ്റുകളുടെ അവസ്ഥ മറന്നുപോകാൻ കഴിയില്ല. തത്വമയിക്ക് അത് ഓർക്കാതിരിക്കാൻ സാധ്യമല്ല. കാശ്മീരി പണ്ഡിറ്റുകളുടെ കഥ ദേശീയതയോട് അടുത്തു നിൽക്കുന്ന ആർക്കും മറക്കാൻ സാധിക്കില്ല. എനിക്കും നിങ്ങൾക്കും ജനാധിപത്യപരമായി ഈ ജനിച്ച നാട്ടിൽ ജീവിക്കുവാനുള്ള അവകാശം പോലെ ആ മനുഷ്യർക്കുമുണ്ടായിരുന്നു ആ അവകാശം. പക്ഷേ ആ മണ്ണിൽ ജീവിക്കുവാൻ അവരെ അനുവദിച്ചില്ല ഇസ്ലാമിക ഭീകരവാദികൾ. സ്വന്തം സഹോദരിമാർ പീഡിപ്പിക്കപ്പെടുന്നത് കൺമുന്നിൽ കാണേണ്ടി വരുന്ന അവസ്ഥ, സ്വന്തം മക്കൾ പീഡിപ്പിക്കപ്പെടുന്നത് കൺമുന്നിൽ കാണേണ്ട അവസ്ഥ, മക്കളെ കൊന്നിട്ട് ആ ചുടുചോര വാങ്ങി ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥ, അത് ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ഗതികേട് അനുഭവിച്ചവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് പറയുവാൻ പറ്റൂ. നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതിൻ്റെ എത്രയോ അപ്പുറമായിരുന്നു അവർ അനുഭവിച്ച കഥ. കാറക്കോറത്തിൻ്റെയും പീർപ്പഞ്ചലിൻ്റെയും സംസ്കാര മലനിരകളുടെയും ഇടയിൽ പ്രകൃതി മനോഹരിയായി സൃഷ്ടിച്ച കശ്മീർ ഭൂമിക. അവിടെ ദേവദാരു വൃക്ഷം കൊണ്ടുണ്ടാക്കിയ രമ്യഹർമ്മങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യർ. കാശ്മീരിൻ്റെ ചരിത്രം എവിടെ തുടങ്ങുന്നു ആ അനാദികാലം മുതൽക്കുള്ള ചരിത്രത്തിനോട് ഏറെ അടുപ്പമുള്ള മനുഷ്യർ. കശ്മീരിൻ്റെ സംസ്കാരത്തിന് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ജനത. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അവർക്ക് വീടുകൾ നഷ്ടപ്പെട്ടു, അവർക്ക് കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു. ഇന്ത്യയിലുടനീളമുള്ള തെരുവോരങ്ങളിൽ അവർ ജീവിച്ചു. പ്രൗഢമായ ചരിത്രമാണ് കശ്മീരി പണ്ഡിറ്റുകൾക്കുള്ളത്. രാജ്യതരംഗിണിയിൽ കൽഹാന രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ ചരിത്രം മാറുന്നത് നെഹ്റുവിൻ്റെ ചതിയിലൂടെയാണ്. 1947 ഹരിസിംഗിൻ്റെ കയ്യിൽ നിന്ന് ആ ഭരണം നെഹ്റു വാങ്ങി ഷെയ്ഖ് അബ്ദുള്ളയുടെ കൈകളിൽ കൊടുത്തു. അന്നു മുതൽ അതിൻ്റെ ശനിദിശ ആരംഭിച്ചു. 1 ഇഞ്ച് ഭൂമി പോലും ഭാരതീയർക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. പക്ഷേ നെഹ്റുവാണ് കശ്മീരിനെ നിയന്ത്രിച്ചിരുന്നത്. കശ്മീരിനെ ഇന്ത്യയിലേക്ക് യോജിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ കുറിച്ച് ആലോചിച്ചിരുന്നത്, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് കൊണ്ട് തന്നെ അത് നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ സർദാർ പട്ടേലായിരുന്നു കശ്മീർ വിഷയത്തിൽ ഇടപെട്ടിരുന്നെങ്കിൽ കശ്മീരിൻ്റെ 1 ഇഞ്ച് ഭൂമി പോലും നഷ്ടപ്പെടില്ലായിരുന്നു. കശ്മീർ പണ്ഡിറ്റുകൾക്ക് ഈ അവസ്ഥ വരികയുമില്ലായിരുന്നു. JKLFും ഹിസ്ബുൾ മുജാഹിദനും തുടങ്ങി ഭീകരവാദികളെല്ലാം കൂടി അണിനിരന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ പോരാടി. അവർ പാകിസ്ഥാന് വേണ്ടി നിലകൊണ്ടു. ബേനസീർ ഭൂട്ടോ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ താലോലിച്ച് വളർത്തിയ ഭീകരവാദികൾ ISI ഈ ഭീകരവാദികൾക്ക്, ഈ വിഘടനവാദികൾക്ക് വേണ്ടിയിട്ട് നിലയുറപ്പിച്ചു. അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തു. അതിന് ഒത്താശ നിന്നതോ അന്ന് അവിടുത്തെ നേതാവായിരുന്ന ഷെയ്ഖ് അബ്ദുള്ളയും. ഷെയ്ഖ് അബ്ദുള്ള ഫലത്തിൽ ഈ ഭീകരവാദികൾക്ക് വളരാനുള്ള വഴിയൊരുക്കി കൊടുക്കുകയായിരുന്നു. നെഹ്റുവിൻ്റെ വത്സല ശിഷ്യനായ ഷെയ്ഖ് അബ്ദുള്ള തൻ്റെ ആത്മകഥയിൽ കശ്മീരി പണ്ഡിറ്റുകളെക്കുറിച്ച് ഒരു പദം പറയുന്നുണ്ട്. എന്താണെന്നല്ലേ? ഇന്ത്യയുടെ ചാരന്മാരെന്ന്. ആരായിരുന്നു കശ്മീരി അക്കോഡ് ഒപ്പിട്ടത്? അതിന് പണ്ഡിറ്റുകൾ എന്താണ് പിഴച്ചത്? കശ്മീരി അക്കോഡ് മോശമാക്കി ചിത്രീകരിച്ചതല്ല. പക്ഷേ അതിൽ കാശ്മീരി പണ്ഡിറ്റുകൾക്ക് ഒരു തരത്തിലുള്ള ബാധ്യതയുമില്ലായിരുന്നു. അവരെ നിർദാക്ഷിണ്യം വധിക്കുവാൻ വേണ്ടിയിട്ട് പദ്ധതിയായിരുന്നു അക്കോഡെന്ന് പോലും സംശയിക്കേണ്ടതുണ്ട്. ആസാദ് കശ്മീരിന് വേണ്ടിയിട്ട് താഴ്വരയിൽ ഒരു വിഘടനവാദികളുടെ ഒരു സംഘം തന്നെ രൂപപ്പെട്ടു. അതിനകത്ത് JKLF ഉണ്ടായിരുന്നു, അതിനകത്ത് ഹിസ്ബുൾ മുജാഹിദീൻ ഉണ്ടായിരുന്നു, അതിനകത്ത് ഹുറിയത്ത് കോൺഫറൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ കശ്മീരിനകത്തുള്ള വിഘടനവാദികൾ
ഏറെക്കുറെ പൂർണ്ണമായും തന്നെ അതിനുള്ളിലുണ്ടായിരുന്നു. അവർക്ക് വേണ്ട പിന്തുണ പാകിസ്ഥാൻ ISIയും കൊടുത്തു. ഫാറൂഖ് അബ്ദുള്ളയെ താൽക്കാലികമായി സ്ഥാനഭ്രഷ്ടനാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഹിന്ദുക്കൾക്ക് നേരെ കുതിച്ചു ചാടി. 1990കളിൽ കശ്മീർ രക്തപ്പുഴയായി മാറുകയായിരുന്നു. അതിൻ്റെ തുടക്കം 1986 അനന്തനാഗ് ജില്ലയിൽ പണ്ഡിറ്റുകൾക്ക് നേരെ നടന്ന ഒരു ലഹളയിൽ നിന്നായിരുന്നു. ഹിന്ദു പുരുഷന്മാർ ഇവിടം വിട്ട് ഓടിപ്പോവുക, ഈ മണ്ണ് വിട്ടോടുക, നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങൾ കൊണ്ടുപോകണമെന്നില്ല, അവർ ഇവിടെ കഴിഞ്ഞുകൊള്ളട്ടെ, ഞങ്ങൾക്കുള്ളതാണ് അവർ എന്നായിരുന്നു അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. മറന്നിട്ടുണ്ടാകില്ല 1989 ആദ്യം നീലകണ്ഠ ഖഡ്ജു എന്ന ജഡ്ജ് കൊല്ലപ്പെട്ടത്. മെഹബൂബ് ഭട്ട് എന്ന അവിടുത്തെ നേതാവിനെ, JKLF നേതാവിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ച ജഡ്ജായിരുന്നു അദ്ദേഹം. 1984 മെഹബൂബ് ഭട്ടിനെ തൂക്കിലേറ്റിയത്. പിന്നീട് BJP നേതാവ് TK ലാൽ തപ്ലു കൊല്ലപ്പെട്ടു. അങ്ങനെ നിരവധി പേർ അതിനുശേഷം ഈ ഭീകരവാദികളുടെ, വിഘടനവാദികളുടെ ആയുധങ്ങളാൽ കൊല്ല ചെയ്യപ്പെട്ടു. 1987 കശ്മീർ തിരഞ്ഞെടുപ്പിന് ശേഷം കശ്മീരിലെ സ്വൈരജീവിതം അപ്പാടെ തകർക്കപ്പെടുകയായിരുന്നു. റാലീവ് ഗാലീവ് ചാലീവ്, മതം മാറുക, മരിക്കുക അല്ലെങ്കിൽ പോകുക, ഇതായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. സ്ത്രീകൾക്കെതിരായ ഭീഷണികളും രാത്രികാല ഭീകര പ്രഖ്യാപനങ്ങളും ഈ ഭീതിയെ പരമാവധിയാക്കി. കശ്മീരിൻ്റെ പണ്ഡിറ്റുകളുടെ ചരിത്രത്തിലെ കറുത്ത ദിനങ്ങൾ പിന്നീട് ഉണ്ടായിക്കൊണ്ടേയിരുന്നു ഓരോ ദിവസവും. 1990 ജനുവരി 19 മുതൽ ഏതാനും ദിവസങ്ങൾക്കകം കശ്മീർ വിട്ടു പോകേണ്ടി വന്നത് 3 മുതൽ 4 ലക്ഷം വരെ ആൾക്കാരായിരുന്നു. അവരോരോരുത്തരും താഴ്വര വിട്ടുപോയി. പലരും ഒറ്റ രാത്രിയിൽ വീട് വിട്ടു. വീടുകൾ, ഭൂമികൾ, ക്ഷേത്രങ്ങൾ എല്ലാം ഉപേക്ഷിച്ചു. അവർ ജീവിച്ചിരുന്ന രമ്യഹർമ്മ്യങ്ങൾ ഓരോന്നും താഴ്വരയിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നു. വർഷങ്ങളോളം അവർ റിലീഫ് ക്യാമ്പുകളിലും കടുത്ത ചൂടിലും ദാരിദ്ര്യത്തിലും രോഗശയ്യയിലും ആത്മഹത്യയും നിറഞ്ഞ ജീവിതം. കശ്മീർ പണ്ഡിറ്റുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അന്ന് കേന്ദ്രം ഭരിക്കുന്ന കോൺഗ്രസ് ഒരു രീതിയിലും അതിന് വേണ്ടിയിട്ട് ഇടപെട്ടില്ല. അവർക്ക് വേണ്ടിയിട്ട് ഒരു വാദഗതികളും ഉന്നയിച്ചില്ല. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ ചെറിയ വിഷയങ്ങളിൽ പോലും ഇടപെട്ടിരുന്ന കോൺഗ്രസ്സിന് അതിന് കണ്ണുണ്ടായിരുന്നില്ല. ഭൂരിഭാഗം കുറ്റവാളികളും ശിക്ഷിക്കപ്പെടാതെ അവർ രക്ഷപ്പെട്ടു. ദേശീയ അന്താരാഷ്ട്ര തലത്തിൽ കാശ്മീരി പണ്ഡിറ്റുകൾ ഒഴിവാക്കപ്പെട്ടു. അവരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാതായി. ഇന്ത്യ ചർച്ച ചെയ്തിട്ട് വേണ്ടേ വേറെ ആരെങ്കിലും ചർച്ച ചെയ്യാൻ? അക്ഷരാർത്ഥത്തിൽ എത്നിക് ക്ലൻസിങ് ആയിരുന്നു കശ്മീരിൽ നടന്നത്. 2010 ശേഷം അവരുടെ പുനരധിവാസ ശ്രമങ്ങൾ ഉണ്ടായി എങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റമൊന്നും ആ കാലത്ത് ഉണ്ടായില്ല. പിന്നീട് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കശ്മീരി പണ്ഡിറ്റുകളുടെ അവസ്ഥ മാറി. അവിടെ വീണ്ടും അവിടുത്തെ ജനതയെ, കശ്മീരി പണ്ഡിറ്റുകളെ ആ ഭൂമിയിൽ കൊണ്ട് ചെന്ന് അവർക്ക് വേണ്ടിയിട്ട് അവരുടേതായ ഒരു ഇടം കണ്ടെത്തി കൊടുത്തു. അവർക്ക് വേണ്ടിയിട്ടുള്ള സെറ്റിൽമെൻറ്റുകൾ ഉയർന്നു. അങ്ങനെ കശ്മീരി പണ്ഡിറ്റുകൾ വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർക്കുണ്ടായ ആ ദുരിതത്തിൻ്റെ കാഴ്ചയിൽ നിന്നും ഒരിക്കലും ഭാരതത്തിന് ഒരു മോചനമില്ല. അത് ഭാരതത്തിനേറ്റ മുറിവ് തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.